രാജമൗലിയുടെ 1000 കോടി ബജറ്റിൽ പുറത്തിറങ്ങാൻ പോകുന്ന വാരണാസിയുടെ ട്രെയിലർ കണ്ട് ഞെട്ടിയവരാണെങ്കിൽ ബ്രഹ്മാണ്ഡ സംവിധായകനായ രാജമൗലിയെ കുറിച്ചുള്ള ചില ഹിഡൻ ഫാക്ടുകൾ പറയാം. രാജമൗലിയുടെ ഒട്ടുമിക്ക എല്ലാ സിനിമകളും ഹിന്ദു മിത്തോളജിയും ഭക്തിയും ദൈവവും എല്ലാം ഉൾപ്പെട്ടവയാണ്. എന്നാൽ ഇത്രയേറെ ഭക്തി കണ്ടന്റ് ഉൾപ്പെടുത്തി പടം പിടിക്കുന്ന രാജമൗലി ഒരു ദൈവവിശ്വാസിയല്ല, അദ്ദേഹം ഒരു എത്തിസ്റ്റ് ആണ്. സംവിധാനം ചെയ്ത 12 സിനിമകൾ ഹിറ്റടിച്ച് 100% സക്സസ് റേഷ്യോ ഉള്ള രാജമൗലി എന്നാൽ താൻ സംവിധാനം ചെയ്ത തന്റെ ആദ്യ സിനിമയായ സ്റ്റുഡന്റ് നമ്പർ 1 ഒരു ക്രിഞ്ച് സിനിമയാണെന്നും ആ സിനിമ ഞാൻ സംവിധാനം ചെയ്തതാണെന്ന് പറയാൻ തനിക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടാണെന്നും പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. രാജമൗലി താൻ സംവിധാനം ചെയ്ത ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും ഒരു ചെറിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യാറുണ്ട്. ചെറുപ്പം മുതലേ അമർ ചിത്ര കഥകളുടെ വലിയ ആരാധകനായ രാജമൗലി തന്റെ അമ്മ ചെറുപ്പത്തിൽ പറഞ്ഞതെന്ന് വായിച്ച് മനസ്സിലാക്കിയ അമർ ചിത്ര കഥകൾ ഇൻസ്പയർ ചെയ്താണ് സിനിമകളും കഥാപാത്രങ്ങളും ഉണ്ടാക്കുന്നത്. രാജമൗലി സംവിധാനം ചെയ്ത എല്ലാ സിനിമകളിലും SS രാജമൗലിക്ക് ഒരു ബ്രാൻഡ് വാട്ടർമാർക്ക് ഉണ്ട്. തന്റെ പേരെഴുതി കാണിക്കുന്ന സമയത്ത് ആ ഒരു വാട്ടർമാർക്ക് അദ്ദേഹം തന്നെ എല്ലാ സിനിമകളിലും മുടങ്ങാതെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. തെലുഗു സിനിമയിലെ ആദ്യ 100 കോടി കളക്ഷൻ നേടിയ സിനിമയും ഇന്ത്യൻ സിനിമയിലെ ആദ്യ 1000 കോടി കളക്ഷൻ നേടിയ സിനിമയും ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ 1000 കോടി ബജറ്റ് സിനിമയും ഇന്ത്യൻ സിനിമയിൽ ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാർ അവാർഡും SS രാജമൗലിയുടെ സിനിമകൾക്കാണ്. മോഹൻലാലിനെ വെച്ച് ബ്രഹ്മാണ്ഡ സിനിമ ഷൂട്ട് ചെയ്യാൻ ഒരിക്കൽ തീരുമാനിക്കുകയും എന്നാൽ പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്തതും ഇതേ SS രാജമൗലി തന്നെയായിരുന്നു. തെലുഗു ഇൻഡസ്ട്രിയിൽ ആദ്യമായി സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാർ സിനിമയിലെ എല്ലാ ഭാഗത്തും 100% ഡബ് ചെയ്യണമെന്ന നിയമം കൊണ്ടുവന്നതും അത് ചെയ്യിപ്പിച്ച് കാണിപ്പിച്ചതും SS രാജമൗലിയാണ്. രാജമൗലിയുടെ കരിയർ ബെസ്റ്റ് സിനിമയായ ബാഹുബലിയുടെ കഥ എഴുതിയത് അദ്ദേഹത്തിന്റെ പിതാവായ വിജയേന്ദ്ര പ്രസാദും സിനിമയ്ക്ക് കോസ്റ്റ്യൂം ഒരുക്കിയത് അദ്ദേഹത്തിന്റെ ഭാര്യയുമായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ വിജയേന്ദ്ര പ്രസാദാണ് ബാഹുബലി, ബജ്രംഗി ഭായ്ജാൻ, മെർസൽ പോലുള്ള ഒരുപാട് വലിയ ഹിറ്റ് സിനിമകൾക്ക് തിരക്കഥ എഴുതിയത്.